ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ രാജ്യാന്തര ബന്ധം കണ്ടെത്താനായില്ലെന്ന് ഹൈക്കോടതി അറിയിക്കാൻ SIT. ട്വിസ്റ്റാണ് കേട്ടോ. അന്തർ സംസ്ഥാന ബന്ധമാണുള്ളതെന്നും കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കേണ്ട സാഹചര്യമില്ലെന്നും കോടതിയെ അറിയിക്കും. ചെന്നൈയിലെ ജുവലറി ജീവനക്കാരനായ കൽപേഷിനെ അന്വേഷണ സംഘം ഉടൻ ചോദ്യം ചെയ്യും. കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധമുള്ള രാഷ്ട്രീയ നേതാക്കൾക്കും ഉദ്യോഗസ്ഥർക്കും നോട്ടീസ് അയക്കാനും അന്വേഷണ സംഘം തീരുമാനിച്ചു. TV പ്രസാദിനോട് കൂടുതൽ വിവരങ്ങളുമായി TV പ്രസാദ്. വെരി ഗുഡ് മോർണിംഗ് TV പ്രസാദ്. ഒടുവിൽ സ്വർണ്ണക്കൊള്ള കേസ് പുകയായി തീരുമോ എന്നുള്ളതാണ് ചോദ്യം. 60 ദിവസം കഴിഞ്ഞാൽ കുറ്റപത്രത്തിൽ നിർണായകമായ കണ്ടെത്തലുകളൊന്നുമില്ലെങ്കിൽ, അഥവാ അങ്ങനൊരു കുറ്റപത്രം തയ്യാറാകുന്നില്ലെങ്കിൽ സ്വാഭാവിക ജാമ്യം കിട്ടി ഇപ്പോൾ ജയിലിൽ കിടക്കുന്നവരെല്ലാവരും പുറത്തു വരികയും ചെയ്യും. അതോടുകൂടി SITക്ക് മേലിൽ സംശയം ബലപ്പെടുന്ന സാഹചര്യമുണ്ടാവും. CBI അന്വേഷണം വേണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. ആ CBI അന്വേഷണം ആവശ്യമില്ലെന്ന് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് കൊടുക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കിയാൽ ഈ അന്വേഷണം എങ്ങോട്ട്, ഏത് വഴിക്കാണ് പോകുന്നത്? TV പ്രസാദ്, മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺ. ഗുഡ് മോർണിംഗ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ രാജ്യാന്തര വിഗ്രഹ കടത്തിനുള്ള സാധ്യത നേരത്തെ ഹൈക്കോടതി സൂചിപ്പിച്ചിരുന്നു. അതിനെക്കുറിച്ച് വിശദമായി പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം നടത്തുകയും ചെയ്തു. അങ്ങനെ ശബരിമലയിലെ സ്വർണം രാജ്യം കടന്നു പോയതിനൊരു തെളിവ് കണ്ടെത്താൻ ഇതുവരെയും പ്രത്യേക അന്വേഷണ സംഘത്തിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ആ സാഹചര്യത്തിൽ CBI അന്വേഷണം വേണ്ട എന്ന നിലപാട് പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയെ അറിയിക്കുകയും ചെയ്യും. പക്ഷേ ഇപ്പോഴുള്ളൊരു പ്രതിസന്ധി അതല്ല അരുൺ. ഇപ്പോഴുള്ള പ്രതിസന്ധി ആ തൊണ്ടി മുതൽ എങ്ങോട്ടേക്ക് പോയി എന്നുള്ളതാണ്. അതായത് VSSCയിലെ റിപ്പോർട്ട് വന്നില്ലെങ്കിൽ പോലും അവിടെ ദ്വാരപാലക വിഗ്രഹങ്ങളിലും കട്ടിളപ്പടിയിലും നേരത്തെ 998-ൽ വലിയ പൊതിഞ്ഞ സ്വർണ്ണമുള്ളതിൻ്റെ മോൾഡ് ഉൾപ്പെടെയുള്ളവയല്ല എന്ന നിഗമനത്തിലേക്ക് ഏതാണ്ട് അവരെത്തുന്നുണ്ട്. പക്ഷേ VSSCയിലെ ആ റിപ്പോർട്ട് കൂടി വന്നു കഴിഞ്ഞാൽ മാത്രമേ അതിലൊരു സ്ഥിരീകരണം ഉണ്ടാകൂ. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ അത് പൂർണ്ണമായും പോയി എങ്കിൽ അത് എങ്ങോട്ടേക്ക് പോയി എന്നതാണ്. റോഥം ജ്വല്ലറിയിൽ നിന്ന് ഗോവർദ്ധൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത സ്വർണം അത് പ്രത്യേക അന്വേഷണ സംഘത്തെ പറ്റിക്കാൻ മറ്റു സ്വർണം കൊടുത്തതാണ് എന്ന നിഗമനത്തിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം എത്തുന്നുണ്ട്. ഇതിലെല്ലാം ക്ലാരിറ്റി വരണമെങ്കിൽ ഏറ്റവും പ്രധാനം VSSCയുടെ റിപ്പോർട്ട് തന്നെയാണ്. ആ റിപ്പോർട്ട് പ്രകാരമാണ് അതിൻ്റെ കാലപ്പഴക്കം നിർണ്ണയിക്കാനാവുക. കാലപ്പഴക്കം നിർണ്ണയിച്ചത് നേരത്തെ തിരുവാഭരണം കമ്മീഷണർ പറഞ്ഞതുപോലെ പുതിയ രൂപത്തിലായിരുന്നു എങ്കിൽ പിന്നീട് അത് സ്മാർട്ട് ക്രിയേഷൻസിൽ വെച്ച് ഉണ്ടാക്കിയതാണ് എന്ന തീരുമാനത്തിലേക്ക് എത്താൻ കഴിയും. അങ്ങനെ ഉണ്ടാക്കിയതാണെങ്കിൽ അരുൺ ഇതേ രൂപത്തിൽ ശബരിമലയിലെ ദ്വാരപാലക വിഗ്രഹങ്ങളിലെയും കട്ടിളപ്പടിയിലെയും ആ സ്വർണം പൊതിഞ്ഞത് അതുപോലെ എവിടെയോ ഉണ്ട് എന്നതിലേക്ക് എത്തേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ തൊണ്ടി മുതൽ കണ്ടെത്താനും കഴിയും. നിലവിലെ സാഹചര്യത്തിൽ അന്വേഷണം ഈ ഘട്ടത്തിലെത്തി നിൽക്കുമ്പോഴും അതെവിടെയാണ്, എങ്ങനെയാണ് എന്നത് സംബന്ധിച്ചുള്ള കൃത്യമായൊരു വിവരത്തിലേക്ക് ഇതുവരെയും പ്രത്യേക അന്വേഷണ സംഘത്തിന് എത്താനും കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഹൈക്കോടതിയെ അറിയിക്കുന്നത് രാജ്യാന്തര ബന്ധം കണ്ടെത്താൻ കഴിഞ്ഞില്ല. സംസ്ഥാന അതായത് കേരളം കൂടാതെ തമിഴ്നാട്, അതുപോലെ കർണാടക, ഹൈദരാബാദ് തുടങ്ങിയ സംസ്ഥാനങ്ങളുമായുള്ള ബന്ധം മാത്രമാണ് തെളിയിക്കാൻ കഴിഞ്ഞത് എന്നുള്ളതാണ്. അങ്ങനെ പറയുമ്പോഴും പ്രധാനപ്പെട്ട ചോദ്യമുള്ളത് ഈ കേസിൽ ലിങ്ക് ഉള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിലേക്ക് പലപ്പോഴും പ്രത്യേക അന്വേഷണ സംഘത്തിന് എത്താനും കഴിഞ്ഞില്ല. അരുൺ പറഞ്ഞതുപോലെ സമയപരിധിക്കുള്ളിൽ കുറ്റപത്രം കൊടുത്തില്ലെങ്കിൽ മറ്റ് ജയിലിൽ കിടക്കുന്ന പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യത്തിനുള്ള അർഹത ഉണ്ടാവുകയും ചെയ്യും. ഓക്കെ, താങ്ക് യു TV പ്രസാദ്. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. 3-4 ചോദ്യങ്ങൾ ഈ ഘട്ടത്തിലുണ്ട്. അതിൽ ആദ്യത്തെ ചോദ്യം, ഏറ്റവും ഉന്നതന്മാരിലേക്ക് അന്വേഷണം എത്താതെ ഇവിടെ വെച്ചിത് അവസാനിക്കുമോ എന്നുള്ളതാണ്. ദൈവതുല്യനായ വ്യക്തിയിലേക്ക് അന്വേഷണം പോകുമോ എന്നുള്ളതാണ്. പഞ്ചലോക വിഗ്രഹങ്ങൾ അടങ്ങിയ സ്വർണ്ണക്കടത്ത് എന്ന് രമേശ് ചെന്നിത്തലയും വ്യവസായിയും പറഞ്ഞ കാര്യങ്ങളിലേക്ക് അന്വേഷണം പോകില്ലേ എന്നുള്ളതാണ്. സംസ്ഥാനാന്തര ഒരു കൊള്ളക്കടത്തായിട്ട് ഇത് മാറുമോ എന്നുള്ളതാണ്. എവിടെയാണ് ഈ കേസ് പോയി നിൽക്കാൻ പോകുന്നത്? ഇതുവരെ അറസ്റ്റ് ചെയ്തവരും ജയിലിനുള്ളിലായിരുന്നവർക്കുമെതിരെ ദുർബലമായ വകുപ്പുകൾ ചുമത്തിയായിരിക്കുമോ SIT കേസ് അവസാനിപ്പിക്കുക? തൊണ്ടി മുതൽ കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ കേസിന്റെ അന്വേഷണത്തെ അത് ബാധിക്കില്ലേ? ഇപ്പോൾ അകത്ത് കിടക്കുന്ന മനുഷ്യരെല്ലാം പുഷ്പം പോലെ പുറത്തിറങ്ങി വരില്ലേ എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെ വന്നാൽ സ്വർണ്ണക്കൊള്ള കേസ് തന്നെ ആവിയായി പോകുമോ എന്ന് തുടങ്ങി ഒരുപാട് സംശയങ്ങളുണ്ട്. ആ സംശയങ്ങൾ ഇപ്പോഴും ബാക്കി നിൽക്കുന്നു. എന്തായാലും SITയുടെ അന്വേഷണം തുടരുകയാണ്. SIT കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ 60 ദിവസത്തിനകം സ്വാഭാവിക ജാമ്യം കിട്ടി ഇവരൊക്കെ പുറത്തു വരുന്നൊരു സാഹചര്യം ഉണ്ടാവും. നമുക്കത് കാത്തിരിക്കാം.